നമുക്കൊരു പാകിസ്ഥാനി ഡിഷ് പിടിക്കാം. ചപ്ലി കബാബ്. ചപ്ലി മീൻസ് ഫ്ലാറ്റ് ഇൻ പാഷ്തോ ലാംഗ്വേജ്, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള കബാബാണിത്. ഞാനിത് US പോയപ്പോഴാണ് കഴിച്ചിട്ടുള്ളത്. അസാധ്യ ടേസ്റ്റാണ് ഇതിന്. ഈ റെസിപ്പി എനിക്ക് സജസ്റ്റ് ചെയ്തത് US ഫാസിലപ്പച്ചിയാണ്. ആദ്യം ഇതിന് വേണ്ടത് മീറ്റ് കീമ അല്ലെങ്കിൽ ഇറച്ചി മിൻസ് ചെയ്തതാണ് വേണ്ടത്. ചിക്കൻ, ബീഫ്, മട്ടൺ യൂസ് ചെയ്യുക. ഇവിടെ ബീഫാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 600 ഗ്രാം ബീഫ് ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് നമ്മുടെ മിൻസ്ഡ് ബീഫ് ഇട്ടിട്ട് ഈ മിൻസ്ഡ് മീറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് ചോപ്ഡ് ജിഞ്ചർ 1 ടേബിൾ സ്പൂൺ, ഗാർലിക് 1 ടേബിൾ സ്പൂൺ, 2 ഗ്രീൻ ചില്ലീസ് ചോപ്ഡ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കൊറിയാണ്ടർ ലീവ്സ് 1 ടേബിൾ സ്പൂൺ, 1 ടൊമാറ്റോ ചോപ്ഡ്. ഇനി വേണ്ടത് പോമഗ്രനേറ്റ് സീഡ്സ് ആണ്. ഇത് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഉണക്കിയെടുത്താലും മതി. ഇത് മസ്റ്റല്ല, ഇത് ഒതൻറ്റിക് ചപ്ലി കബാബ് റെസിപ്പിയിലുള്ളതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ, സോൾട്ട് ആവശ്യത്തിന്, 2 മീഡിയം ഓനിയൻ ചോപ്ഡ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. എന്നിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ജീര ആഡ് ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 അവർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു വലിയ ബോൾ മീറ്റ് എടുത്ത് 2 കൈയിലും വെള്ളം തടവി ഫ്ലാറ്റായിട്ട് പരത്തിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഓയിൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. 5 to 6 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ഇടയ്ക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് സ്നാക്കായിട്ടും കറി സൈഡായിട്ടും കഴിക്കാം. എനിക്കിത് മയണൈസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. ഒതൻറ്റിക് ചപ്ലി കബാബ് റെസിപ്പി ആണിത്. ഇത് കുട്ടികൾ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും വീണ്ടും ചോദിച്ചു കഴിച്ചു. അവരാദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ബീഫിൻ്റെ എക്സാക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും. ഇത്രയും ഉണ്ടാക്കിയിട്ട് ഒരു ഡിന്നറിന് തന്നെ തീർന്നു. ഇതിൽ ബീഫ് എടുക്കുമ്പോൾ കുറച്ച് ഫാറ്റുള്ള പീസസ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ മിക്സ് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ പാകിസ്ഥാനി ഡിഷായ ചപ്ലി കബാബ് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. സോ താങ്ക് യു.